Weissman Global Management Consultants Private Limited is a company focused on consultancy services to MSME enterprises in manufacturing and services. Established in 2017, Weissman has a team of consultants who are experts in their own field of activities like engineering, finance, chartered accountants, lawyers, who are having more than 25 years of industrial experience. The industrial experience of being hands-on is relevant to making solutions to those entrepreneurs who approach us with their issues, wherein we are able to give the best solutions. ഒരു വ്യവസായം നിന്നോർത്ത് നിന്നാൽ അതിന് പുരോഗതി ഉണ്ടായിരിക്കുകയില്ല. എന്നും അതിന് എക്സ്പാൻഷൻ, ഡൈവേഴ്സിഫിക്കേഷൻ ഇവ നടപ്പാക്കിക്കൊണ്ടേയിരിക്കണം. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ബേസിക്കലി ടെക്നോക്രാറ്റ്സ് ആയിരുന്നു ഞങ്ങൾ. ഏതൊരു പ്രോഡക്റ്റും ഉൽപ്പാദിക്കുവാനുള്ള സാങ്കേതിക വിജ്ഞാനം പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ ഈ പ്ലാനിങ്, ഡെവലപ്മെൻറ്റ്, ഫിനാൻസ് ഈ രംഗത്ത് എപ്പോഴും ടെക്നോക്രാറ്റ്സ് പുറകിലായിരിക്കും. ആ ഒരു കുറവ് ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് ഉപദേശങ്ങൾ തന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ വൈസ്മൻ ഗ്ലോബൽ കൺസൾട്ടൻസി ഞങ്ങളെ വളരെയേറെ സഹായിച്ചു. കമ്പനിയുടെ ഓട്ടോമേഷൻ, കമ്പനിയുടെ ഓഫീസ് ഓട്ടോമേഷൻ, ഇതിലെല്ലാത്തിനും അവർ നമ്മുടെ ഒരു ഭാഗമായി, നമ്മുടെ ഒരു പാർട്ട്ണർ എന്നുള്ള രീതിയിൽ നമ്മുടെ കൂടെ നിന്ന് തന്നെ ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കി അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സഹായിച്ചു. അത് ഈ അക്വാടെക് എന്ന് പറയുന്ന ബ്രാൻഡ് ഇന്ന് സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും നല്ലൊരു ബ്രാൻഡായിട്ട് മാറുന്നത് ഏറ്റവും നല്ലൊരു സപ്പോർട്ടായി എന്നും നിന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമുക്ക് കൊറോണ വന്ന കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം റോ മെറ്റീരിയൽ പ്രൈസ് പെട്ടെന്നൊരു ഹൈക്ക് വന്ന സമയത്തൊക്കെ ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫണ്ട് റൈസ് ചെയ്യേണ്ടി വന്നപ്പോഴെല്ലാം ആ ഫണ്ട് റൈസിങ്ങിനെല്ലാം സഹായിച്ചത് വൈസ്മൻ്റെ ഒരു ഇടപെടൽ മൂലമാണ്. ഞാൻ ഈ സ്ഥലം വാങ്ങി പിന്നെ കുറച്ച് ബാങ്ക് ലോൺ എടുത്തു, പണികൾ ആരംഭിച്ചു. നടുവിലൊരു ലോൺ സ്റ്റോപ്പ് ചെയ്തു. വൈസ്മൻ ഗ്ലോബൽ കൺസൾട്ടൻസി മൂലമായി രാജേഷ് തന്നെ നേരിട്ട് ഇവിടെ വന്ന് എനിക്ക് കാര്യങ്ങളൊക്കെ, അതായത് ഈ ഫൈനാൻഷ്യലി ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്ന ഒരൊറ്റ കാരണമാണ് ഞാൻ ഇന്ന് ഈ സ്ഥാപനത്തിൽ വിജയത്തോടു കൂടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. Having hands-on industrial experience and being certified MSME credit counselor, consultants of Weissman has got an edge in consultancy for MSME. Although MSME form the backbone of the Indian economy, we seldom find funding for MSME from organized sector. The most important reasons for MSMEs not getting funding from established sources or organized segment is a lack of preparation. A structured, prepared project report is lacking in most of the cases, resulting in not getting funding. 2000-ലാണ് ഞാൻ എൻ്റെ ബിസിനസ് തുടങ്ങിയത്. കൂടുതൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞാനിങ്ങനെ ഫണ്ട് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് ബാങ്കിനെ അപ്രോച്ച് ചെയ്ത സമയത്ത് ആണ് വൈസ്മൻ ഗ്ലോബൽ കൺസൾട്ടൻസിയെ കുറിച്ച് അറിയുന്നത്. നമ്മൾ നോർമലി ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് പറയുകയും നമ്മളെന്തെങ്കിലും നമ്മളുടെ ഓഡിറ്റേഴ്സിൻ്റെ അടുത്തോ നമ്മളുടെ കൺസൾട്ടൻസിൻ്റെ അടുത്തോ ടാക്സ് കൺസൾട്ടൻസിൻ്റെ അടുത്തോ പറഞ്ഞിട്ട് നമ്മളൊരു പ്രസൻറ്റേഷൻ കൊടുക്കും. പക്ഷേ അത് ബാങ്കിനത് സ്യൂട്ടബിൾ ആവണം എന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അത് ബാങ്ക് വിചാരിക്കുന്ന രീതിയിലുള്ള പ്രൊജക്ഷൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഫിനാൻഷ്യൽ കാൽക്കുലേഷൻസോ ഉണ്ടാവുകയില്ല. വൈസ്മനിൽ നമുക്ക് കിട്ടുന്നത് നമ്മളുടെ റിക്വയർമെൻറ്റ് പറഞ്ഞ് അവരെന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ കറക്റ്റ് ബാങ്കിൽ കൊടുക്കുന്ന ഫിനാൻഷ്യൽ പ്രസൻറ്റേഷൻ ഏത് രീതിയിൽ വേണോ ആ രീതിയിൽ നമുക്കത് ചെയ്തു തരും. I'm architect Sylvia Prashant. I have
have been running a practice named Matrix since 2010. In the first years of my practice, we were not focused about the business aspect of our firm, but we were concentrating more on architecture aspects of it. So like after 10 years of our practice, we realized that consultancies like architecture also should have a business side. So we were thinking how to grow. That time, the meeting with Mr. Rakesh was very helpful for us because he guided us which way to go, how to expand your business through collaborations, and how to avail MSME loans with the help of banks and related agencies. So these kind of things made us grow as we are today. Bank loans might be a solution in the earlier phase. Later on, it is not a sustainable funding for the business to grow and flourish. Whereas equity is an unlimited funding option which entrepreneurs, especially in MSME segment, is seldom aware of. If you have to scale your business from a startup level to a pan-India or a global scale, the funding required for the same is unlimited if equity path is selected. We help entrepreneurs in MSME to get listed in either SME board or the main board, wherein big scalable businesses at a global presence and brand presence that reaches out pan-India can be developed, and the business can be flourished with less pressure on the entrepreneur for getting loans from that. എൻ്റെ പേര് അനന്തു എന്നാണ്. ഞാൻ താര കോഫി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഫൗണ്ടറാണ്. കാർഷിക മേഖലയാണ് ഞങ്ങളുടെ ഏരിയ. അപ്പം ഞാൻ അതിനകത്തുനിന്ന് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്ത് കാപ്പിയുടെ ഒരു ബ്രാൻഡായിട്ട് വന്ന് അങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു MSME സെക്ടർ എങ്ങനെയാണ് പണിയെടുക്കുന്നത് എന്നുള്ളതും MSMEയിൽ വരാവുന്ന പൊട്ടൻഷ്യൽ ത്രെട്ട് എന്താണെന്നുള്ളതും അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ട് അറിയാം. എലിജിബിലിറ്റി ഉള്ള പിന്നെ ഒരാളെ സജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ അവർ ത്രൂ പോയാൽ ഒരു പക്ഷേ നിങ്ങൾ പറയുന്ന ആ പിന്നെ കാര്യം തെളിയിച്ചെടുക്കാനും സാധിക്കും എന്നൊരു ഗൈഡൻസ് അദ്ദേഹത്തിന്, ഒരു ലീഗൽ ഗൈഡൻസ് അദ്ദേഹത്തിന് തരാൻ സാധിച്ചു. അത് എൻ്റെ ഒരു ലൈഫിൽ ഒരു കണക്കിനൊരു വഴിത്തിരിവായിരുന്നു. വഴിത്തിരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കുമെന്ന് തോന്നുമ്പോൾ ഒരു ലീഗൽ അഡ്വൈസ് തരുന്നതിന് വേണ്ടിയിട്ട് ഒരു ലീഗൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു അഡ്വക്കേറ്റിനെ പിന്നെ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ അത് പോയാൽ നിങ്ങൾ സംഗതിയെല്ലാം നമ്മുടെ റിസ്കിൽ പോകണമെന്ന് പറഞ്ഞാലും ആ സജഷൻ തരാൻ കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ അതിനൊരു ഫ്രെയിം വർക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരാൻ കഴിയുമെന്ന് പറഞ്ഞ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളെ ഞാൻ കണ്ടുമുട്ടിയത് പിന്നെ ഇദ്ദേഹത്തിനെയാണ്, മിസ്റ്റർ രാകേഷിനെയാണ്. ഞാൻ എന്ത് അല്ലെങ്കിൽ എൻ്റെ ബിസിനസ് എന്ത് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ശരിക്കും രാകേഷാണ്. ഇൻ ദ സെൻസ് ഹൗ വി ക്യാൻ ഡെവലപ്പ് ഓർ ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് ബിസിനസ് എന്ന് ശരിക്കും എനിക്ക് മനസ്സിലാക്കി തന്നത് രാകേഷ് തന്നെയാണ്. നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യലിലേക്ക് ഒന്ന് റീസ്ട്രക്ചർ ചെയ്തപ്പോൾ തന്നെ ഒരു 3 to 4 times, ഓൾമോസ്റ്റ് 4 times എനിക്ക് എൻ്റെ ലിമിറ്റ് ഇൻക്രീസ് ചെയ്യാൻ റീസ്ട്രക്ചറിങ് കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് കമ്പനീനെ വളർച്ചയ്ക്ക് ഇതിനൊരു ബേസ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് വൈസ്മെൻസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ രാകേഷിൻ്റെ ഒരു ടെക്നിക്കൽ ക്വാളിഫിക്കേഷനും ഇതിൽ കുറേ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം അന്ന് ഈ പ്ലാന്റൊക്കെ കാണാൻ വന്ന സമയത്ത് രാകേഷിൻ്റെ കുറേ സജഷൻസും അതുപോലെ തന്നെ എന്താ പറയുക ഒരു ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരാനാണെങ്കിൽ തന്നെ ഒത്തിരി രാകേഷ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണലി പറയുകയാണെങ്കിൽ ഒരു കമ്പനിയുടെ ഒരു ഗ്രോത്തിനെ ഇവർക്ക് ഫൈനാൻഷ്യലി മാത്രമല്ല ടെക്നിക്കലിയും കുറേ ഗൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് വൈസ്മെൻ. We help entrepreneurs from their ideating stage of starting the business, setting up the entity, scaling the business and reaching the IPO. From startup to IPO listing, Wiseman has all capabilities to handhold entrepreneurs from the small scale segment to medium and large scale corporate. ഒരു 3 വർഷം മുൻപാണ് വാഗമണിൽ DTPC ഇടുക്കിയുമായി സംയുക്തമായി ചേർന്ന് അഡ്വഞ്ചർ ടൂറിസം എന്നൊരു ആശയം നടപ്പിലാക്കുവാൻ ഞാൻ രാകേഷിനെ സമീപിക്കുന്നത്.
സാധാരണ ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റ് ചെയ്യുന്നത് പോലെ പെട്ടെന്ന് നമുക്ക് ആവശ്യമായ കുറേ ഫണ്ട് അറേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തരിക എന്നുള്ളൊരു അപ്രോച്ചല്ല രാകേഷിൻ്റേത്. അതിനേക്കാൾ അപ്പുറത്തായിട്ട് നാം നടപ്പിലാക്കാൻ പോകുന്ന ആശയം അതിനെ പ്രാക്ടിക്കലായിട്ട് വിജയകരമായ രീതിയിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഉപദേശം തരുന്നതിൽ രാകേഷ് വളരെ വിദഗ്ധനാണ്. വൈസ്മാൻ ഗ്ലോബൽ മാനേജ്മെൻറ്റ് കൺസൾട്ടൻസിൻ്റെ ഒരു ഉപദേശപ്രകാരം അവരുടെ ഒരു സപ്പോർട്ടിലും ഞങ്ങൾ എൻ്റെ കമ്പനി SME IPOയിലേക്ക് നീങ്ങാനുള്ള ഒരു പ്രവർത്തനം തുടങ്ങിയിട്ട് ഏകദേശം 8 മാസത്തോളമായി. അവരുടെ സപ്പോർട്ട് കൂടിയിട്ടുള്ള ഒരു ഈ യജ്ഞം മിക്കവാറും 2024 സൗപർണിയ തെർമിസ്റ്റേഴ്സ് ആൻഡ് ഹൈബ്രിഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് ഒരു SME IPOയിലേക്ക് ഫൈനലായിട്ട് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു MSME പോലെ ഉള്ള കമ്പനികൾക്കും ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾക്കും അവരുടേതായ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു ഓഫീസിൽ പോയി എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതും എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയകൾ ഉണ്ടാവില്ല. അപ്പോൾ വെയ്സ്മാൻ പോലെയുള്ള ഒരു കൺസൾട്ടൻസി സർവീസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങൾ ഇത്തിരി എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്തു തരാനുള്ള കഴിവുള്ള ആൾക്കാരുകളാണ് ഈ കൺസൾട്ടൻസിയിലുള്ളവർ. ഒരു സംരംഭകൻ്റെ വിഷനോടൊപ്പം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വേഗതയിൽ കാണാനും നമുക്ക് വേണ്ട സ്ട്രാറ്റജിക് ആസ് വെൽ ആസ് ടാക്ടിക്കൽ ലെവലിലൊക്കെ അഡ്വൈസസ് ചെയ്യാനായിട്ടും വൈസ്മാന് സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി MSME ലെവലിലുള്ള സംരംഭകരെ സംബന്ധിച്ച് വലിയ ഒരു നീഡ് ഓഫ് ദ അവറാണ്. Promoters looking to set up new business, entrepreneurs having a business running, promoters or entrepreneurs having a business and facing challenges, and business enterprises who have already established themselves and wants to go global are the clients who can approach us to get their issues rectified or their problems solved. Weisman has expertise in each of these segments, helping them to scale their business from zero to startup to scale up, and scale up to global.